തമിഴക വെട്രികഴകം TVK അധ്യക്ഷനും തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖ നടനുമായ വിജയ് ഭാര്യ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിജയ് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 250 കോടി രൂപ നൽകി ഈ ഹർജി പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾക്കിടയിൽ ആദ്യമായി ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് വിജയ്. തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ നേരിടുമെന്നും ജനങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം അനുയായികളോട് പറയുകയാണ്. TVKയുടെ വനിതാ ദിനാഘോഷത്തിൽ സംസാരിക്കവെയാണ് തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച ഈ വിഷയത്തിൽ വിജയുടെ നിലപാട് പുറത്തു വന്നത്. വിജയുടെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന്. இருக்கிற நிறைய பிரச்சனைகள்ல சில பிரச்சனைகள்லாம் ஓடிட்டு இருக்கு இல்லையா, அதெல்லாம் நீங்க அதுக்கு போராடி ஹர்ட் ஆகிறதெல்லாம் நான் பார்க்குறேன். அதை பார்த்து எனக்கு ஹர்ட் ஆகுது. அதெல்லாம் நான் பார்த்துக்கிறேன். நாமளும் நீங்களும் சேர்ந்து மக்களுடைய பிரச்சனைகளை மட்டும் பார்ப்போம், சரிங்களா? அவ்வளோலாம் ஹர்ட் ஆகுதுங்க, அதெல்லாம் வருத்தலாம் கிடையாது. ിടയായിരുന്നു വിജയുടെ വാക്കുകൾ. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾ വിഷമിച്ചാൽ എനിക്ക് മുറിവേൽക്കും. ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ വേണ്ടി മാത്രം ഇക്കാര്യത്തിന് പ്രാധാന്യമില്ല എന്നാണ് വിജയ് പറഞ്ഞത്. സ്ത്രീകളിൽ നിന്ന് വലിയ തോതിലുള്ള കയ്യടിക്ക് ഇടയാക്കി തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ജനങ്ങളുടെ വിഷയങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നത് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് വിജയ് തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. അതായത് തമിഴക രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഈ ഹർജി എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് വളരെ കൃത്യമായി ഇതിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് വിജയ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നു കോടതിയിൽ. വിജയും തൃഷയും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിജയുടെ ഈ വിശദീകരണം എന്നുള്ളതും പ്രധാനമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.